നമസ്തേ. ഭജഗോവിന്ദത്തിന്റെ 7ാമത്തെ ശ്ലോകം. അർത്ഥമനർത്ഥം ഭാവയ നിത്യം നാസ്തി തതഃസുഖലേശ സത്യം പുത്രാദഭിധനഭാജാം ഭീതിഃ സർവത്രൈഷാ വിഹിതാരീതിഃ. അർത്ഥം അനർത്ഥം ഭാവയ. അർത്ഥം ധനം അനർത്ഥമായിട്ട് തീരും, ഒരുവന് ദുഃഖമായിട്ട് തീരും എന്ന് മനസ്സിലാക്കുക. ഭാവിക്കുക, അതിനെ അറിയുക. നിത്യം അതെപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അർത്ഥം അനർത്ഥം ഭാവയ നിത്യം. നിത്യജീവിതത്തിലെ ഏറ്റവും വലുതെന്ന് ബഹുഭൂരിപക്ഷവും കരുതുന്ന സമ്പാദ്യം, അത് കേവലം പണമാണെന്ന് മാത്രം ധരിക്കണ്ട. എന്തെന്തൊക്കെയാണോ തന്റെ വലിയ സമ്പാദ്യമായിട്ട് കരുതുന്നത് അതൊക്കെ അനർത്ഥമായിട്ട് തീരാനുള്ള സാധ്യതയേറെയാണ്. ഈ കാര്യം വിചാരം ചെയ്ത് അറിയണം. നാസ്തി തത സുഖലേശ സത്യം. തതഹ അതിൽ നിന്ന്, സുഖലേശ നാസ്തി. ഒന്ന് ചിന്തിച്ചാല് സുഖത്തിന്റെ പൊടി പോലും അതിലില്ല. ഇതൊരു സത്യമാണ്. പണത്തിലാണ് സുഖമിരിക്കുന്നത്, പ്രതാപത്തിലാണ് സന്തോഷമിരിക്കുന്നത്, മറ്റു പലതിലുമാണ് എന്റെ ചാരിതാർത്ഥ്യം ഇരിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചു പോവുകയാണ്. അതിലൊന്നും സുഖത്തിന്റെ കണിക പോലും വാസ്തവത്തിലില്ല. സുഖമിരിക്കുന്ന അവന്റെ മനോഭാവത്തെയും അവന്റെ വിചാരത്തെയും ഒക്കെ ആശ്രയിച്ചാണ്. പണത്തില് സുഖമിരിപ്പുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലെ സുഖം കിട്ടണമായിരുന്നു. അങ്ങനെ കാണുന്നുമില്ല. അർത്ഥം തന്നെ അനർത്ഥമായിട്ട് മാറാം. ധനവാൻ എപ്പോഴും ഭയമല്ലേ? തന്റെ ധനം നഷ്ടപ്പെട്ടു പോകുമോ, കള്ളം കൊണ്ടുപോകുമോ, അതുപോലെ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആള് വരുമോ, ഇന്റലിജൻസ് വരുമോ, പോലീസ് വരുമോ എന്നൊക്കെ ഭയമാണ്. എന്തുകൊണ്ടാണ്? അതിനകത്ത് സുഖമില്ല ഉണ്ടെങ്കിൽ നമുക്ക് ഭയം തോന്നരുതാത്താണ്. അപ്പൊ അതിനകത്ത് സുഖമുണ്ട് എന്ന് വിചാരിക്കുന്നത് തെറ്റിദ്ധാരണയാണ്. ഇന്നിപ്പോൾ നമ്മുടെ ഇടയ്ക്കുള്ള കറൻസിയിൽ ഏറ്റവും മൂല്യമുള്ളത് ഇന്ത്യയിലെ 2000 രൂപയ്ക്കാണ്. ഒരർദ്ധരാത്രിയില് 2000 രൂപ നിരോധിക്കുന്നു എന്ന് കരുതുക. ആ നിരോധനം പ്രാബല്യമായി കഴിഞ്ഞാല് പിന്നെ അതിന് ഒരു പൈസയുടെ വില പോലുമില്ല. ഇപ്പൊ 1000ന്റെ നോട്ട് ഒരാൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അയാളെ സ്വീകരിക്കുമോ? ഇത് കേവലമായിട്ടുള്ള ഒരു ജഡവസ്തുവാണ് ധനം. അതില് ജഡത്തിന് സുഖം തരാൻ ഒരിക്കലും നിനക്ക് സാധ്യമല്ല കുഞ്ഞേ. ഇത് നീ മനസ്സിലാക്കുക. നിനക്ക് സുഖം വേണേ ചൈതന്യത്തോട് ചേരണം. ഈ ധനം എപ്പോഴും ദുഃഖമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. അതിന് വിഖ്യാതമായിട്ടുള്ള ഒരു ഉദാഹരണം കൂടി പറയുകയാണ്. പുത്രാദഭിധനഭാജാം ഭീതി. ധനഭാജാം പുത്രാദഭിഭീതി. തന്റെ പണത്തിന് അർഹരായിട്ടുള്ള പുത്രന്മാരിൽ നിന്ന് പോലും ഭയമുണ്ടാവാം ധനമുള്ള ഒരുവന്. ധനഭാജാം, ധനഭാക്കായിട്ടുള്ള, ധനത്തിന്റെ അവകാശിയായിട്ടുള്ള പുത്രാദപി, പുത്രന്മാരിൽ നിന്നു പോലും ഭീതി ഉണ്ടാവാം. പുത്രന്മാര് പണം തട്ടിക്കൊണ്ടു പോകുമോ, എടുത്തുകൊണ്ട് പോകുമോ എന്നൊക്കെയുള്ള ആ ഒരു ഭീതിയും ഉണ്ട് ധനവാന്മാർക്ക്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ? അല്ല, എന്നും ഇങ്ങനെ തന്നെയായിരുന്നു. സർവത്ര യേഷാ വിഹിത രീതി. യേഷാ, ഈ തരത്തിലാണ് സർവത്ര വിഹിതാരീതി, എല്ലായിടത്തും
വിഹിതമായിട്ടുള്ള എല്ലായിടത്തും പ്രാബല്യത്തിലുണ്ടായിരുന്ന ഒരു രീതി, ഒരു നിയമമാണിത്. അർത്ഥം അനർത്ഥമാണെന്നുള്ളതും പുത്രന്മാരിൽ നിന്ന് പോലും ഭയമുണ്ടാക്കുന്ന വസ്തുവാണെന്നും ഒക്കെ ഉള്ളത് എന്നുമെന്നും ഉള്ള കാര്യമാണ്. മനുഷ്യനുണ്ടായ കാലം മുതൽ ഏദൻ തോട്ടത്തിലെ കഥ പറയുമ്പോഴറിയാം, അച്ഛനും അമ്മയ്ക്കും 2 കുഞ്ഞുങ്ങള്, ഹാബേലും കായേനും. പക്ഷെ അവര് ധനത്തിനു വേണ്ടി തമ്മിൽ തല്ലി ഒരുത്തൻ മറ്റൊരുവനെ കൊന്നതായിട്ട് കഥ പറയും. മനുഷ്യവർഗത്തിന്റെ ആരംഭ കാലഘട്ടം മുതൽ തന്നെ അതാണ് സർവത്ര ഏഷാവിഹിത രീതി എന്ന് പറഞ്ഞു. ഒരു ദിവസത്തെ പത്രമെടുത്ത് നോക്കിയാൽ കാണാം ധനം ഉണ്ടാക്കുന്ന അനർത്ഥങ്ങൾ. പല രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്നിപ്പോൾ തീഹാർ ജയിലിൽ കിടക്കുന്നതിന് കാരണം അർത്ഥമാണ്. അവരിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇത് അനർത്ഥമാവുമല്ലോ. ഇത് ഭരണത്തിലിരുന്നപ്പോൾ ഈ ഒരു വിചാരം ഉണ്ടായിരുന്നുവെങ്കിലോ അർത്ഥം അനർത്ഥമായിട്ട് തീരാം. അനധികൃതമായിട്ട് സമ്പാദ്യം ഉണ്ടാക്കുന്നത് അധാർമികമാണ്, ഈശ്വരന് വിരോധമുള്ളതാണ് എന്നുള്ള വിചാരത്തോടുകൂടി ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ആ രാജ്യം ക്ഷേമരാഷ്ട്രമായിരിക്കും. ജനകനെ പോലെ, അശോകനെ പോലെ, തിരുവിതാംകൂർ ഭരിച്ച നല്ല രാജാക്കന്മാരെ പോലെയുള്ളവരൊക്കെ ഒന്നും തന്റേതല്ല, ഈശ്വരന്റേതാണ്, പത്മനാഭന്റേതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങൾക്ക് കിട്ടുന്ന ധനമെല്ലാം പത്മനാഭന്റെ ആ ഒരു ട്രഷറിയില് വയ്ക്കുവാനുള്ള മനസ്സ് കാണിച്ച രാജാക്കന്മാരെ പിന്തുടർന്ന് വന്ന ഇപ്പോഴത്തെ രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും ജനനായകന്മാരുടെയും ഒക്കെ കഥ കേൾക്കുമ്പോൾ മുഖത്ത് വിരൽ വെച്ച് പോവില്ലേ? സംഭവിക്കുന്നത് എന്താണ്? ഈ ഒരു സത്യം മനസ്സിലാക്കുന്നില്ല, വാരിക്കോരുകയാണ്. തട്ടിപ്പറിച്ചും വെട്ടിപ്പിടിച്ചുമൊക്കെ നേടുകയാണ് ധനം. കള്ളമാർഗത്തിൽ കൂടി, അധർമ്മത്തിൽ കൂടി, വഞ്ചനയിൽ കൂടിയൊക്കെ പണം എങ്ങനെയോ എന്തിനോ ഒക്കെ വേണ്ടി സമ്പാദിക്കുന്നു. ഇതെന്തിനാണെന്ന് ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല. ശതകോടീശ്വരന്മാരെന്ന് പറയുന്നവർക്ക് പോലും തങ്ങളുടെ സമ്പാദ്യം ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു മതി എന്നുള്ള ഒരു തൃപ്തി ഉണ്ടാകുന്നില്ല. വീണ്ടും വീണ്ടും സമ്പാദിക്കണം, അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഓടി നടക്കുകയാണ്. സാമാന്യ വ്യവഹാരത്തിൽ അതിനൊക്കെ ഒരു സ്ഥാനമുണ്ട്, അതിനെ നിരാകരിക്കുന്നില്ല. പക്ഷേ സ്വസ്ഥതയുണ്ടോ, ശാന്തിയുണ്ടോ? ധനവും പ്രതാപവും സ്ഥാനമാനങ്ങളും ആധിപത്യങ്ങളും ഒക്കെ നിനക്ക് സ്വസ്ഥത തരാൻ വേണ്ടിയുള്ളതല്ലെങ്കിൽ തീർന്നില്ലേ? പലരുടെയും ഉറക്കം കെടുകയാണ്. ഓരോ പുതിയ നിയമങ്ങൾ രാഷ്ട്രമീമാംസകന്മാർ കൊണ്ടുവരുമ്പോഴും തങ്ങളുടെ പണം വെളിപ്പെടുമോ, തങ്ങളുടെ ധനം തങ്ങൾക്ക് ദോഷമായിട്ട് തീരുമോ? സംശയിക്കേണ്ട. ഈ ധനത്തിനും ഈ പ്രതാപത്തിനും അധർമ്മത്തിനുമൊക്കെ ഒരു മറുവശം ഉണ്ടാകുമെന്നുള്ള കാര്യത്തില് നമുക്ക് ഒരു സംശയവും വേണ്ട. അതുണ്ടാവും. അധർമ്മം ചെയ്താലും തിന്മയുണ്ടാകും, ധർമ്മം ചെയ്താലും നന്മയുണ്ടാവും. അല്ല, ഞാൻ അധർമ്മം ചെയ്തിട്ട് ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ. ഇന്ന് ജയിലിൽ കിടക്കുന്ന പലരും അധർമ്മം ചെയ്ത നാളിൽ അവർ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ വരുമെന്ന്. അന്ന് തങ്ങളുടെ പ്രതാപം കൊണ്ടും സ്വാധീനം കൊണ്ടുമൊക്കെ പലതും സാധിച്ചെങ്കില് പിന്നീട് ആ അധർമ്മം അവരെ തിരിഞ്ഞു കൊത്തും. എന്താന്ന് ചോദിച്ചാൽ ഇത് കർമ്മ നിയമമാണ്. ധനം വേണം, ധനം സമ്പാദിക്കണം. ധാർമ്മികമായ മാർഗത്തിൽ സമ്പാദിക്കുന്ന ധനത്തിനെ നിലനിൽപ്പുള്ളൂ. ഗുരുദേവവാണി. ഗുരു പണം ഉണ്ടാക്കാനുള്ള ധാർമ്മികമായ മാർഗം പറഞ്ഞു തരികയും ചെയ്തു. തീർത്ഥാടന വേളയിലും അല്ലാതെയും ഒക്കെ കൃഷി പണസമ്പാദനത്തിന് നല്ലൊരു മാർഗമാണ്. ധാർമ്മികമായി ഉണ്ടാക്കുന്ന പണമേ നിലനിൽക്കൂ. ഇതൊക്കെ ഗുരു പറഞ്ഞിട്ട് വസ്ത്രനിർമ്മാണം നല്ല ഒരു ജോലിയായിട്ട് ഗുരു കണ്ടിരുന്നു. ഗുരു പലർക്കും അത് റെക്കമെൻഡ് ചെയ്യുകയും ചിലർക്കൊക്കെ സാമ്പത്തികം നൽകി ഗുരു നെയ്ത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. കച്ചവടം, ധാർമ്മികമായ മാർഗത്തില് സമ്പത്തുണ്ടാക്കണം. ശിവഗിരിയില് ചായക്കട നടത്തിയ
തന്റെ ഭക്തനോട് ഗുരു പറഞ്ഞത് 10 രൂപയുണ്ടാക്കുമ്പോൾ 1 രൂപ നിനക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ വേണം കച്ചവടം നടത്താൻ എന്ന് കച്ചവടത്തിന്റെ ധാർമ്മികമായ മാർഗം വെളിപ്പെടുത്തിയ ഗുരുവിനെ പഠിക്കുക, മനസ്സിലാക്കുക. അത്തരത്തില് ധനത്തെ കാണുക. ധനം അധികമായാൽ തൃപ്തി തരില്ല, അത് ദുഃഖത്തെ ഉണ്ടാക്കും. അതിന് അർഹതപ്പെട്ടവരിൽ നിന്ന് പോലും ഭയമുണ്ടാവാനുള്ള ഒരു സാധ്യത ഈ ധനത്തിനുണ്ട്. അപ്പൊ കസ്യസിദ്ധനം, ആശിക്കരുത് ആരുടെയും ധനം എന്ന് പറഞ്ഞ ഗുരുക്കന്മാരുടെ വാണികളെ പിന്തുടർന്ന് ഇത് അനർത്ഥമുണ്ടാക്കുന്നതാണെന്നും ഇത് നിസ്സാരമാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ ധനത്തെയും പ്രതാപത്തെയും സ്ഥാനമാനങ്ങളെയും കൈകാര്യം ചെയ്താൽ അത് അനർത്ഥമുണ്ടാക്കാതിരിക്കും. അത് നമുക്ക് സുഖവും സംതൃപ്തിയും നൽകും. അത്തരത്തില് അനന്തമായ ആനന്ദം ഇതിൽ കൂടിയൊക്കെ ലഭിക്കുവാൻ ഉള്ള മാർഗം കാട്ടിത്തന്ന ശ്രീനാരായണ പാദപത്മങ്ങളിൽ നമസ്കരിക്കാം. നന്ദി.